സിസ്റ്റർ ബെഞ്ചമിൻ എസ്എസിയുടെ സംസ്കാര ശുശ്രൂഷയിൽ കുട്ടിയിലച്ചൻ നടത്തിയ പ്രസംഗം. ജനറലും അതിനെ തുടർന്ന് ജീവചരിത്രം പ്രിയപ്പെട്ട ശാന്തി സിസ്റ്ററുമൊക്കെ വായിച്ചു. ഒത്തിരി സന്തോഷവും അഭിമാനവും നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മദർ ബെഞ്ചമിനെ കുറിച്ച് തോന്നുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന സമയമാണിത്. ബഥനി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ ധന്യന്മാർ യുവാനിയോസ് പിതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ ബഥനി ആശ്രമവും ബഥനി മഠവും മാർ യുവാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങളെ എപ്രകാരം നമുക്ക് ഒരുമിച്ച് പ്രാവർത്തികമാക്കാം എന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അതിനുള്ളതായ മേഖലകളെ കണ്ടെത്തുന്നതിനുമൊക്കെയായിട്ട് പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ നടത്തിയിട്ടുള്ളതായ വലിയ ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ ഈ അവസരത്തിൽ ബഥനി നന്ദിയോടെ ഓർക്കുകയാണ്. ധന്യന്മാർ യുവാനിയോസ് പിതാവിൽ നിന്ന് നമുക്ക് പകർന്നു നൽകപ്പെട്ടതായ പ്രേഷിത ശുശ്രൂഷയുടെ ആ മുഖം അതെത്രമാത്രം ഭാരതത്തിലും ഭാരതത്തിന് പുറത്ത് എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം ആ പ്രേഷിത മുഖം നൽകുന്നതിന്, പ്രേഷിത ശുശ്രൂഷ നൽകുന്നതിന് ഏറ്റവും സ്നേഹമുള്ള മദർ ബെഞ്ചമിൻ നടത്തിയിട്ടുള്ളതായ പരിശ്രമങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. മദർ ബെഞ്ചമിൻ കോട്ടയം ജനറലേറ്റിൽ ആയിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ നിയോഗം എന്നവണ്ണം പ്രിയപ്പെട്ട മദറിൻ്റെ ഇളയ സഹോദരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിദാസ് അച്ഛൻ ബഥനി സന്യാസി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലായി ശുശ്രൂഷ ചെയ്യുവാൻ അവസരമുണ്ടായി. പ്രിയപ്പെട്ട മദർ ബെഞ്ചമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ രണ്ട് സവിശേഷമായ ഗുണങ്ങൾ, ഒന്ന് മദറിൽ നിറഞ്ഞു നിന്നതായ ദൈവാശ്രയ ബോധം, രണ്ടാമത്തേത് കർമ്മോത്സുകത. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അതിനേക്കാളുപരി ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളവും സന്യാസത്തിൻ്റെ ഏറ്റവും നെടുംതൂണുകളായിരിക്കുന്ന രണ്ട് സവിശേഷതകളാണിത്: ദൈവാശ്രയ ബോധവും കർമ്മോത്സുകതയും. ഇത് രണ്ടുമുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് മദർ ബെഞ്ചമിൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തരികയാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഈ കർമ്മോത്സുകതയും ദൈവാശ്രയ ബോധവും മദറിൽ നമ്മൾ കാണുന്നു. സഹനങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോഴും അല്പം പോലും സമയം നഷ്ടപ്പെടുത്താതെ കർമ്മോത്സുകയായി കാണപ്പെട്ട മദർ ബെഞ്ചമിനെയാണ് ബഥാനിയയിലേക്ക് വല്ലപ്പോഴുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്. വിശ്രമിക്കുവാനും രോഗാവസ്ഥയിൽ കിടക്കുവാനും ഉള്ള സമയത്ത് അവിടെയും പറയുന്നത്, പങ്കുവയ്ക്കുന്നത് ധന്യന്മാർ യുവാനിയോസ് പിതാവിൻ്റെ ദർശനങ്ങളെക്കുറിച്ചാണ്. കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് സമയം കളയാം. എന്നാൽ അതിനപ്പുറത്ത് സഭയെയും സമൂഹത്തെയും കൂടുതൽ ദൈവഹിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ ആവശ്യമായ ധന്യന്മാർ യുവാനിയോസ് പിതാവിലൂടെ വെളിപ്പെടുത്തി കിട്ടിയതായ ദർശനങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നതിന്, പങ്കുവയ്ക്കുന്നതിന്, ചർച്ച ചെയ്യുന്നതിന് പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ എപ്പോഴും ഉത്സുകത കാണിച്ചു, താല്പര്യം കാണിച്ചു, ഉത്സാഹം കാണിച്ചു എന്നൊക്കെയുള്ളത് നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ്റെ വേർപാട് നമ്മളെയൊക്കെ വേദനയിലാഴ്ത്തുന്ന നിമിഷങ്ങളാണിത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഥനി ആശ്രമവും ബഥനി മഠവും ഒരുമിച്ച് നടന്നു നീങ്ങുന്ന ആ നിമിഷങ്ങളെ സ്വപ്നം കണ്ട പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ, പ്രത്യേകിച്ച് പൂന മേഖലയോട് ചേർന്ന് മദർ ബെഞ്ചമിൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായി പൂനെയിലുണ്ട്. അതിനുശേഷം വികാരിയായിട്ട് പൂനെയിൽ ചെല്ലുന്ന അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയപ്പെട്ട മദർ ബെഞ്ചമിൻ്റെ അവിടെയുള്ളതായ പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ എത്രയോ വ്യക്തികളെയും കുടുംബങ്ങളെയും കൈപിടിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിന്, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം അനേകം കുടുംബങ്ങൾക്ക് നൽകുന്നതിന് പ്രിയപ്പെട്ട മദർ ബെഞ്ചമിന് സാധിച്ചു. ഇന്നും അനേകം പേര് പൂനായിൽ നിന്നൊക്കെ വിളിച്ച്
പ്രിയപ്പെട്ട മദർ ബെഞ്ചമിനെക്കുറിച്ചുള്ളതായ ഓർമ്മകൾ പങ്കുവച്ചത് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബദനി ആശ്രമത്തെ പൂനായിലുള്ളതായ ആശ്രമവും സ്കൂളുകളുമൊക്കെ അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതിന് പ്രിയപ്പെട്ട മദർ ബെഞ്ചമിന് സാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലായിരുന്ന അവസരത്തിൽ അതോടൊപ്പം തന്നെ ബദനി മഠത്തിൻ്റെയും ബദനി ആശ്രമത്തിൻ്റെയും എത്യോപ്യയിലുള്ളതായ മിഷനെ സംബന്ധിച്ചുള്ളതായ ഇന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ളതായ ഒരു വലിയ ദൃഢനിശ്ചയവും ആത്മാർത്ഥമായ സമർപ്പണവും നമ്മൾ കാണുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ, വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് അതിനായി ഇറങ്ങിത്തിരിക്കുവാൻ കാണിച്ചതായ ധൈര്യം, അത് സന്യാസത്തിൻ്റെ ഏറ്റവും പ്രബലമായ വ്യക്തമായ പ്രവാചക ദൗത്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതായ ഗുണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ട മദർ ബെഞ്ചമിനെക്കുറിച്ച് ബദനി അഭിമാനത്തോടെ ഓർക്കുന്നു. ഏറ്റവും വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചതിൻ്റെ അടയാളങ്ങൾ തൻ്റെ അനുദിനമുള്ളതായ ഡയറി കുറിപ്പുകളിൽ എഴുതിയിട്ടിരുന്നതാണല്ലോ ഇപ്പോഴിവിടെ വായിച്ചു കേട്ടത്. തീർച്ചയായിട്ടും തൻ്റെ സന്യാസത്തെക്കുറിച്ചുള്ളതായ അഭിമാനവും സന്തോഷവും, തൻ്റെ സഭയെക്കുറിച്ചുള്ളതായ അഭിമാനവും സന്തോഷവും, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ അവസാന നിമിഷം വരെയും മദറിലൂടെ നമ്മൾ കേൾക്കുകയാണ്. പ്രിയപ്പെട്ട മദർ ബെഞ്ചമിനെ ദൈവം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തു. ഒരുക്കി വച്ചിരിക്കുന്നതായ അപരിശുദ്ധമായ വാസസ്ഥലത്ത് സന്തോഷത്തോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ കാണപ്പെടുന്നതിന്, സ്വീകരിക്കപ്പെടുന്നതിന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബദനി സന്യാസിനി സമൂഹത്തിലുള്ളതായ ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും. ബദനി സമൂഹം ഒരുപാട് കടപ്പാടോടുകൂടെ ഈ മദറിനെ യാത്രയാക്കുകയാണ്. തീർച്ചയായിട്ടും മദർ ജനറൽ ആർദ്രയോടും സിസ്റ്റർ ആർദ്രയോടും, മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജോബ്സിയോടും, മറ്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ആയിരിക്കുന്നവർ, സിസ്റ്റേഴ്സ്, നിങ്ങളെല്ലാവരോടുമുള്ളതായ ബദനി ആശ്രമത്തിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും ഹൃദയപൂർവ്വം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മരിയദാസച്ചൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. മരിയദാസച്ചൻ ബദനി ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ജനറലായിട്ടും മദർ ബെഞ്ചമിൻ ബദനി മഠത്തിൻ്റെ സുപ്പീരിയർ മദർ ജനറലായിട്ടുമൊക്കെ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തോട് ചേർന്ന് ജീവിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ ദൈവനിയോഗമായിട്ട് കാണുകയാണ്. ഈ അവസരത്തിൽ ഏറെ നൊമ്പരപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട മരിയദാസച്ചനോടും സഹോദരികളായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ കീർത്തനയോടും ഗ്ലോറിയയോടും ലിറ്റിൽ തെരേസിനോ സിസ്റ്റേഴ്സിനോടും സഹോദരങ്ങൾ കുരുവിള അശായനോടും മറ്റ് കുടുംബാംഗങ്ങളോടും എല്ലാം ഞങ്ങളുടെ അനുശോചനവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാം ഈ അവസരത്തിൽ കൂടുതൽ ബലപ്പെടുത്തി പ്രത്യാശയിൽ മുന്നോട്ട് പോകുന്നതിന് മദർ ബെഞ്ചമിനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ സന്യാസത്തിൻ്റെ നല്ല പാഠങ്ങളും അനുഭവങ്ങളും ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഇത് അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.